പ്രകാശ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ KPC അധ്യക്ഷന്റെ ഉരകല്ല് കൂടിയായിരുന്നു. VD സതീശൻ നേതൃത്വം നൽകിയെങ്കിലും ഈ രണ്ട് പ്രമുഖ നേതാക്കൾക്കും ഒരു പരീക്ഷാശാല കൂടിയായിരുന്നു നിലമ്പൂർ. അവിടെ അവർ വിജയം കണ്ടിരിക്കുന്നു. 7532 വോട്ടുകളുടെ ലീഡ് ദാ ഇപ്പോൾ 10 റൗണ്ട് പിന്നിടുമ്പോൾ ഷൗക്കത്ത് ഭൂരിപക്ഷം നേടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അൻവറിന് ഞെട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും 7532 എന്നുള്ള ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ദാ ഇപ്പോൾ ആര്യാട് ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. UDF-ന് സന്തോഷിക്കാം, കോൺഗ്രസിന് സന്തോഷിക്കാം, ലീഗിന് സന്തോഷിക്കാം, സതീഷ് സന്തോഷിക്കാം, ഒപ്പം PV അൻവറിനും 10,000-ന് മുകളിൽ വോട്ട് നേടി കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് PV അൻവർ. താൻ ഒറ്റയ്ക്കല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF-ന്റെ സഹായം മാത്രമല്ല ജയത്തിന് പിന്നിൽ തന്റെ വോട്ട് കൂടി ചേർന്നുള്ള ഒരു വിജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അൻവർ പറയുന്നു. തനിക്കുള്ള വോട്ടുകൾ നിലമ്പൂരിൽ എത്രയുണ്ട് എന്ന് വളരെ വ്യക്തമായി കൃത്യമായും മുന്നണികളെ ബോധ്യപ്പെടുത്താൻ അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അൻവറിന് ഇതേ ട്രെൻഡ് നിലനിർത്താൻ കഴിയുമോ എന്നത് വരുന്ന ഘട്ടങ്ങൾ നിർണായകമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിക്കും എന്നത് പൊതുവിൽ ഇടതു വലതു മുന്നണികൾ ഒരേ സമയം വിലയിരുത്തിയതാണ്. അൻവറിനെ സംബന്ധിച്ച് ആഘോഷിക്കാൻ ഒരു കാരണം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CB അനുമോദ് ചേർന്നു. അനുമോദ്, ഈ പോത്തുകൽ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചുങ്കത്തറ എണ്ണി തുടങ്ങി. ചുങ്കത്തറ UDF-ന് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഇടമാണ്. അതേ ട്രെൻഡ് അവിടെ പ്രകടമാണോ? പോത്തുകല്ലിൽ LDF-നെ പ്രതീക്ഷിച്ച പോലെ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പോത്തുകല്ലിൽ ഷൗക്കത്താണ് 425 വോട്ടിന് പഞ്ചായത്തിൽ ലീഡ് ചെയ്തത്. അതിൽ ഒരു തവണ മാത്രമാണ് ഇതുവരെ LDF ലീഡ് നേടിയിട്ടുള്ളത്. അതും 207 വോട്ട് മാത്രമാണ് പോത്തുകല്ലിലെ 2ാം റൗണ്ടിൽ, പോത്തുകല്ല് പഞ്ചായത്ത് ഉൾപ്പെടുന്ന 2ാം റൗണ്ടിൽ സ്വരാജ് നേടിയത്. ഇതുവരെ ഫലം വന്ന 10 റൗണ്ടിൽ ആകെ സ്വരാജ് ഒരു തവണ മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അതായത് പോത്തുകല്ല് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നു LDF കരുതിയിരുന്നത്. ആ നീക്കത്തെ അല്ലെങ്കിൽ ആ പദ്ധതിയെ മുഴുവനായി അട്ടിമറിച്ചിരിക്കുന്നു. ഇനി പോത്തുകല്ലിൽ അൻവർ എത്ര വോട്ട് നേടി എന്നുള്ളതാണ് അറിയേണ്ടത്. പോത്തുകല്ലിൽ അൻവർ നേടിയ വോട്ടുകൾ അതായിരിക്കും ഒരുപക്ഷെ ഈ LDF-ന് അവിടെ തിരിച്ചടിയാവുക. നിലവിൽ പോത്തുകല്ലിൽ UDF-ന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞതോടെ UDF 6,402 എന്ന മെജോറിറ്റിയിലേക്ക് ലീഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി പ്രധാനം ഈ ചുങ്കത്തറയിലും നഗരസഭയിലും എത്രമാത്രം LDF-ന് വോട്ട് നേടാൻ കഴിയും. പ്രതീക്ഷയുള്ളത് അനുമോദ് നഗരസഭയിലും അമരമ്പലത്തും അല്ലെ? അമരമ്പലത്തും നഗരസഭയിലും പ്രതീക്ഷിക്കാം LDF-ന്. പക്ഷെ ആ വോട്ടുകൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നാൽ മാത്രമാണ് ഇനി ഒരു അട്ടിമറിക്കുള്ള സാധ്യത. അല്ലാതെ ഏതാണ്ട് 8,000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ഷൗക്കത്ത് വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. ചെറിയ വോട്ടുകൾക്കായാലും എന്ന് കരുതണം. അതായത് നഗരസഭ കഴിയുമ്പോൾ UDF-ന്റെ ലീഡ് 3,000-ൽ താഴെ മാത്രമാണെങ്കിൽ മാത്രമേ കരളായും അമരമ്പലവും പ്രതീക്ഷിച്ച് LDF മറികടക്കാൻ കഴിയുള്ളൂ. കരളായും അമരമ്പലവും മാത്രമാണ് ഇനി LDF-ന്റെ വലിയ പ്രതീക്ഷയുള്ള 2 പഞ്ചായത്തുകൾ. അവിടെ പരമാവധി 3,000-ലേറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ UDF-ന്റെ ലീഡ് ചുങ്കത്തറയും നഗരസഭയും കഴിയുമ്പോൾ 3,000-ന്റെ താഴെ എത്തിയാൽ മാത്രമേ ഇനി LDF-ന് പ്രതീക്ഷിക്കുവാൻ കഴിയുള്ളൂ. LDF-ന് തിരിച്ചടിയായിരിക്കുന്നത് പോത്തുകല്ലിൽ ലീഡ് നേടാൻ കഴിയാതെ പോയതാണ്. പോത്തുകല്ലിൽ അൻവർ എത്ര വോട്ടുകൾ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ നിർണായകമാവുക. അൻവർ LDF-ന്റെയും UDF-ന്റെയും വോട്ട് ബാങ്കിൽ കനത്ത വിള്ളൽ വീഴ്ത്തിയാണ് മുന്നോട്ട് നീങ്ങുന്നത്.